നമ്മളിതാ നമ്മുടെ ട്രിപ്പിലിപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. അത് വേണ്ടാന്നുള്ള ബ്രോ പറയും. കൽപ്പട്ടി ദ്വീപിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ. കൽപ്പട്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇവിടെ കാണാൻ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ എന്താ ആൾത്താമസമില്ലാത്ത കുഞ്ഞിപ്പാറ ആൾത്താമസമൊന്നും ഇല്ല അവിടെ. ഈ ഒരു കറക്റ്റ് സമയം എന്താ പറയുന്നത്? നമ്മൾ ഇവിടുന്ന് എങ്ങനെ പോലെ? നമ്മൾ ബോട്ടിൽ പോകുന്നു. ബോട്ടിൽ പോകും. അല്ല ഓക്കെ, നമ്മളതിൻ്റെ ക്രൂവാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ ഇപ്പം ഇനി കൽപ്പേട്ട് ദ്വീപ് ആൾത്താമസമില്ലാത്ത ദ്വീപിക്ക് പോവാണ്. അപ്പോൾ വെയിറ്റിംഗ്. നേരത്തെ പോകണമായിരുന്നു അല്ലേ? അല്ല, അവിടെ അത് നല്ല ഇതുണ്ടാവോ? സെക്കൻഡ് ഒരു പുതിയ പ്രദേശത്തിൽ ഇറങ്ങിക്കണേ. ഇതിലൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കേക്കണേ. അതിന് പിന്നെ വെള്ളം കണ്ടതും കളി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് പോകാനുള്ള ഫിഷിംഗ് ബോട്ടും. നമ്മളിതാ അത് താമസമില്ലാത്ത കൽപ്പറ്റി ബീച്ചിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. അയ്യോ, സോറി കേട്ടോ, സാധനം പെട്ടെന്ന് പോയതുകൊണ്ടാ. അതിൻ്റെ മക്കളെ യജാതി വ്യൂ ആണെന്നറിയണം. നമുക്ക് ബാക്ക് ക്യാമറയിലും കൂടി നോക്കാം. കണ്ടില്ലേ ടാറ്റെടുത്തേ. 2 മീറ്റർ ആണിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്, ആയുള്ളത്. പക്ഷെ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു ഇത് നല്ല സുഖമായിട്ട് സിമ്പിളായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇത്ര നല്ല രീതിയിലൊന്നും നമ്മളെ കടലിൽ കാണാൻ കഴിച്ചിട്ട് അത് വേറെ വിഷയം. അതാണ് ഈ ലക്ഷദ്വീപിൻ്റെ ബാക്കിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈസലാണ് എൻ്റെ പേര്. അഗത്തിയിലാണ്. നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോണേ? അവിടുത്തെ പ്രത്യേകത ആ നമുക്ക് കുളിക്കണ്ട. ഓ ഗൈസ്, ഇതാണ് ആൾത്താമസമില്ലാത്ത കൽപ്പറ്റി ദ്വീപ്. നമ്മൾ ഏകദേശം അതിനോട് അടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ കാണുന്നുണ്ട്, ആൾത്താമസം ഇല്ല എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും കുറേ ആളുകൾ അവിടെ കാണുന്നുണ്ട്. കണ്ടില്ലേ, ജതി ബ്യൂട്ടിയാണ്. നൈസ്. ഇതൊരു ടയറാണല്ലോ. അതിനുള്ളിൽ ചൂണ്ടലിട്ട് കിട്ടും കുഞ്ഞിപ്പാ. ഇല്ല, നോക്കാം. കടലിൻ്റെ ഇടയിൽ ഇത്ര മനോഹരമായ കാഴ്ചകളുള്ളത് നമ്മൾ ആദ്യമായിട്ട് കാണാം കേട്ടോ. നമ്മൾ സ്കൂബ ഡൈവിങ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഏകദേശം 8 മീറ്റർ താഴ്ചയിൽ പോകുന്നതാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. കൽപ്പറ്റി ദ്വീപിലെത്തി കഴിഞ്ഞു. അവരിങ്ങനെ അത് തിരിച്ച് റെഡിയാക്കുന്നുണ്ട്. ഷിപ്പ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ചിങ്ങനെ സെറ്റാക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങാണ്. ഇതാണ് ആൾത്താമസമില്ലാത്ത നമ്മളെ കൽപ്പറ്റി ദ്വീപ്. ഫുൾ ടൂറിസ്റ്റ് ആട്ടോ. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നല്ല സൈസിങ് 2 സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് കണ്ടതിന് ശേഷം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാണ് മൂപ്പർ പറയുന്നത്. അപ്പോൾ മൂപ്പര് പിന്നാലെ നമുക്കൊന്ന് പോയി നോക്കാം. കൽപ്പറ്റയിൽ വന്ന് ഞങ്ങൾ ഫിഷൊക്കെ പിടിച്ച് വൈകുന്നേരം വന്നിട്ട് ഒരു 6 മണി ബൈക്കാണ് ഞങ്ങൾ പോയിട്ട് പിന്നെ ഈ കാണുന്ന ജെല്ലിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചാക്കിലിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതുപോലത്തെ ഇല്ലം വെക്കാൻ വേണ്ടി. ഇല്ലം വെക്കാനല്ലേ? തെങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ബുദ്ധ എല്ലാ സ്ഥലത്തും തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പോയി ഫ്ലൈറ്റ് വരാൻ വേണ്ടി. ഫ്ലൈറ്റ് പിന്നെ ഇങ്ങോട്ടാണ് പണി ഇറങ്ങുന്നത്. ലാൻഡിങ്
ഇത് ബുദ്ധാണ്. ഇതോ ഫോട്ടോ എടുക്കുന്ന ആ കൽപ്പത്തി അഗത്തി ഐലൻഡ്, ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ്സ്. ഇവിടെയൊക്കെ ഇപ്പോൾ ലോട്ടഡ് ആയതാണ്. ഇവിടെ ഇനി ഹൈറ്റഡ് വരുമ്പോൾ ഇവിടെ ഒന്നും നടക്കാൻ പറ്റില്ല നമുക്ക്. അത്രയും വെള്ളം നിറയും. ഇത്ര വെള്ളം നിറയും. ഇതിൻ്റെ നേരെ കൂടിയാണ് വെള്ളം വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എവിടെ പോണേ? അപ്പുറത്തെ സൈഡിലേക്ക് ഉള്ളിൽ കൂടി ഷോർട്ട് കട്ട് കൂടി കൊണ്ടുപോകണം. ഇത് ഞങ്ങളെ നാട്ടിലുണ്ട് കേട്ടോ അങ്ങനത്തെ ഏരിയകളൊക്കെ. ഇവിടെ നിങ്ങളുടെ നാട്ടിലാ? ഓ സെറ്റല്ലേ? നാട്ടിലൊക്കെ ഇവിടെ ഇങ്ങനത്തെ ഉണ്ടാ? ഇതെന്ത് സാധനം? ഇത് അതെ, ഇതെന്താണ്? ഇതൊക്കെ പശുവിൻ്റെ തീറ്റാണ്. ഇവിടുന്ന് കൊണ്ടുപോല? ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല, കുറച്ചാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ. ഇവിടെ വീടൊന്നുമില്ല, വീട് പിന്നെ കിണറി ഒന്നുമില്ല. തെങ്ങ് മാത്രം ഉണ്ടായിരുന്നു. തെങ്ങൊക്കെ പോയി. ആ ഇതിന് വേണ്ടി എയർപോർട്ടിന് വേണ്ടിയിട്ടില്ല. ആ എയർപോർട്ടിനുള്ള സ്പേസ് അതിനകത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സുഖമായല്ലോ. അപ്പോൾ നമ്മളെ ഷോർട്ട് കട്ട് കഴിഞ്ഞിപ്പോൾ നമ്മളാ സ്ഥലത്തേക്ക് എത്തിയില്ലേ? ബീച്ചിൽ ഒന്നാണ് ഏ കാണുന്ന ഒരു ചെറിയൊരു ബീച്ചാണ്. ബീച്ചിലേ? വാവ്. ഓ ഇവിടെ കുറഞ്ഞ പാറ, ഈ കുഞ്ഞു പാറ കാണുന്നു. അവിടെ ഒരു ഗുഹ ഉണ്ട്, ചെറിയൊരു. ആ ഗുഹയിൽ ഇറങ്ങാൻ പറ്റുമോ? ആ ഗുഹേൻ്റെ അകത്ത് കിടന്നിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്താൽ ഭയങ്കര ക്ലാരിറ്റി. എന്താ ഗുഹേൻ്റെ പേര് പറഞ്ഞേ? ആരാ? അതിന്റെ പേരാ ബി കുഞ്ഞിപ്പാറ. ബി കുഞ്ഞിപ്പാറ. അപ്പൊ നമ്മള് ബി കുഞ്ഞിപ്പാറ. അപ്പൊ ബി കുഞ്ഞിപ്പാറയ്ക്കാണ് നമ്മൾ അടുത്തായിട്ട് പോണത് അല്ലേ? സെറ്റ്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ട്, ഇവിടെയൊക്കെ വെള്ളം വരും. ഇപ്പൊ ലോട്ടഡ് ആയ സമയത്തായി വെള്ളം കുറെ ഇറങ്ങി. ഇനി ലോല്ല ഹൈറ്റഡ് ആകുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റില്ല. ഓ അത്രത്തോളം വെള്ളം വരും. വെള്ളം വരും. എന്നോട് ഒരു കാര്യം പറയുന്നത്, ഈ കാണുന്ന കളറിലെ ചുവപ്പ് കളറില് കാൽ ചവിട്ടില് ഇവിടെയൊക്കെ സ്ലിപ്പാണ്. ഈ കാണുന്നതൊക്കെ നമുക്ക് ചവിട്ടി നമുക്ക് ബാലൻസ് കൊടുത്ത് നിൽക്കാം. ഈ കാണുന്നതൊക്കെ സ്ലിപ്പാണ്. വൈക്കലുണ്ടാവൂല. ഈ വെള്ളത്തിന് ഒന്നുകൂടെ നീല കളർ നീല കളർ ഇതാണ്. കണ്ടില്ലേ ഈ കുറേ അധികം പാറകളെ. ഈ പാറകൾ ഉള്ളതുകൊണ്ടാണ് ഈ കൽപ്പട്ടി ദ്വീപ് ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. കാരണം ഈ വെള്ളം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുമ്പോഴും ഇതാക്കുന്ന സമയത്തും ഈ ഒരു പാറ ഇതുള്ളതുകൊണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഇവിടെയൊക്കെ വെള്ളമുണ്ട്, പക്ഷേ അവിടെയൊക്കെ ഈ പാറ ഇതിങ്ങനെ ഒരു സംരക്ഷണ കവചമായിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കൽപ്പട്ടി ദ്വീപ് ഇപ്പോഴും ആ ഒരു മനോഹരമായിക്കാണ്ട് ഇങ്ങനെ ആൾ താമസമില്ലാത്ത ദ്വീപായിട്ടും ഇതിങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. ഉള്ളിലേക്ക് പോകട്ടോ. ഓ ഞാൻ പോകണം. ഇത് ഗോവന്നൊക്കെയാണ് പറയണത്. അയ്യോ സാധനം സീനാണ്, പക്ഷെ കുറച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഉള്ളിലേക്ക് കഴിയണ. ആ ഓക്കെ, ചെറിയൊരു ഗുഹ കേട്ടോ. ഇനി നമ്മൾ പക്ഷെ വേറെ ഇതിനുള്ളിൽ കൂടി ഇനി അപ്പുറത്തേക്ക് എത്തണം തോന്നുന്നുണ്ട്. അങ്ങോട്ടും കൂടി ഒന്ന് കയറി ഇറങ്ങിക്കട്ടെ. ഈ സമയത്ത് ആൾക്കാർ പോകുന്നത് ഇത് ഞണ്ട് കോമ്പ് ഇതിന്റെ പേരാണ് കോമ്പ്. ഇവിടുത്തെ കൽപ്പട്ടിയിലെ കോമ്പാണ് ഇത്. അത് ഒന്നല്ലേ ഉള്ളത്, കുറേ ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഈ മരത്തിന്റെ കൂടി അടിയിലാണ്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ കുറെ ആളുകൾ ഉണ്ടായല്ലോ, ഇപ്പൊ ആരുമില്ലല്ലോ. ഇപ്പൊ ആരില്ല. കാരണം പിന്നെ ഹൈറ്റഡ് ആകുമ്പോൾ പിന്നെ വെളിച്ചം പോകും പോകും. ബോട്ടിൽ പിന്നെ കല്ലൊക്കെ തട്ടുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് എല്ലാരും പോകുന്നത്. പിന്നല്ല ഇപ്പൊ ഇവിടെ ഏകദേശം എല്ലാവരും പോയി കഴിഞ്ഞു. നമ്മള് ലക്ഷദ്വീപിൽ ഇപ്പൊ നമ്മളെ രണ്ടാമത് നമ്മളെ ഡെസ്റ്റിനേഷനായ കൽപ്പട്ടി ദ്വീപ്, ആൾതാമസമില്ലാത്ത കൽപ്പട്ടി ദ്വീപ് നമ്മൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഏകദേശം വീഡിയോകൾ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. 100%. ഇനി നമ്മൾ ഫസ്റ്റ് കണ്ട നമ്മളെ ജാഫർ സാദിഖ മൂപ്പരുടെ അടുത്തേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മളോട് 12 മണിയായാലും എപ്പോഴായാലും നിങ്ങൾ വരണം എന്ന് പറഞ്ഞ ജാഫർ സാദിഖാൻ്റെ അടുത്ത് നമുക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. മൂപ്പരൊന്ന് കണ്ട് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അതത്രേ ഉള്ളൂ. മൂപ്പരുമായി ഹാപ്പി ആയിട്ട് നടന്ന് ഒന്ന് പിരിയണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോകളും അപ്ഡേഷനും ഒക്കെ സ്റ്റേ ട്യൂൺ. EP Vlogs.